മഹാഭാരതം കഥാരൂപത്തിൽ ഭാഗം 9. ഹസ്തനപുരിയിൽ എത്തിയ ഉടനെ അംബ സത്യവതിയോട് താൻ നേരത്തെ തന്നെ ശെൽവ രാജാവിനെ വിവാഹം ചെയ്തതാണെന്ന് സത്യം അറിയിച്ചു. അറിഞ്ഞ ഉടനെ തന്നെ ഭീഷ്മർ ഒരു വലിയ സൈന്യത്തോടൊപ്പം എല്ലാ ആദരവോടും കൂടി അംബയെ ശെൽവ രാജ്യത്തേക്ക് അയച്ചു. ഈ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അംബയെ ഭീഷ്മർ ബലമായി പിടിച്ചുകൊണ്ടുവരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അംബയോട് ഭീഷ്മർ മാപ്പ് പറഞ്ഞു. പക്ഷേ അംബയെ ഭീഷ്മർ യുദ്ധം ചെയ്തു ജയിച്ചതിനു ശേഷം ഭിക്ഷയായി തനിക്ക് തരുന്നത് അപമാനിക്കാൻ വേണ്ടിയാണ് എന്നാണ് ശാൽവ രാജാവ് കരുതിയത്. അതുകൊണ്ട് അയാൾ അംബയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവൾ അയാളുടെ കാൽ പിടിച്ചു കേണിട്ടും ഭീഷ്മരുടെ ദാനം സ്വീകരിക്കുന്നത് രാജാവെന്ന നിലയിൽ തനിക്ക് അപമാനമാണെന്ന് അയാൾ അംബയോട് തീർത്തു പറഞ്ഞു. നിവൃത്തിയില്ലാതെ അംബ ഭീഷ്മരിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി. തന്റെ അവസ്ഥ പറഞ്ഞു അവൾ സത്യവതിയുടെയും ഭീഷ്മരിന്റെയും കാലിൽ വീണുകരഞ്ഞു പറഞ്ഞു. ഇനി ഞാൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയാൽ അവിടെയുള്ളവർ എന്നെ പരിഹസിക്കും. എനിക്ക് ഇനി യാതൊരു ആശ്രയവും ഇല്ല. തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഭീഷ്മർ ആണ്, അതുകൊണ്ട് ഭീഷ്മർ തന്നെ വിവാഹം ചെയ്യണം എന്ന് അവൾ ഭീഷ്മരിനോട് യാചിച്ചു. പക്ഷേ തന്റെ പ്രതിജ്ഞ തെറ്റിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വിവാഹം ചെയ്യാൻ കഴിയില്ല എന്നും ഭീഷ്മർ പറഞ്ഞു. ഭീഷ്മർ ധർമ്മസങ്കടത്തിലായി. ഭീഷ്മർ എന്ത് തീരുമാനം എടുക്കണം എന്നാലോചിച്ചു. തന്റെ ശപഥം തെറ്റിക്കാൻ ആവില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഒടുവിൽ സത്യവതി തന്റെ അച്ഛനെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിനു കൊടുത്ത വാക്ക് കാരണമാണ് ഭീഷ്മർ തന്റെ ശപഥം തെറ്റിക്കാൻ തയ്യാറാകാത്തത് എന്നാണു സത്യവതി വിചാരിച്ചത്. അങ്ങനെ ദശരാജൻ ഭീഷ്മരിനെ കണ്ടു സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാരണം ആണ് നീ ശപഥം ചെയ്തത്. ഇപ്പോൾ ഞാൻ നിന്നെ നിന്റെ ശപഥത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. പക്ഷേ ഭീഷ്മർ പറഞ്ഞു, ക്ഷത്രിയൻ ശപഥം തെറ്റിക്കുന്നത് മരിക്കുന്നതിനേക്കാൾ ഭീകരമാണ്. അതുകൊണ്ട് ഈ ഭീഷ്മർ ശപഥം തെറ്റിക്കില്ല. ഇത് കേട്ട സത്യവതി ഭീഷ്മരിനോട് പറഞ്ഞു, ഇനി ഇതിനുള്ള ഉത്തരം വേദവ്യാസൻ മാത്രമേ തരാൻ കഴിയൂ. വേഗം തന്നെ നീ വേദവ്യാസനെ കൂട്ടിക്കൊണ്ടുവരൂ. ഇത് കേട്ട ഭീഷ്മർ എന്തുകൊണ്ട് വ്യാസനു ഇതിൽ ബന്ധപ്പെടുത്തണം എന്നു ചോദിച്ചു. സത്യവതി, അതിനുള്ള ഉത്തരം നിനക്ക് വേദവ്യാസനിൽ നിന്നും ലഭിക്കും. ഉടൻ തന്നെ ഭീഷ്മർ വേദവ്യാസനെ ചെന്ന് കണ്ടു നടന്നത് എല്ലാം പറഞ്ഞു. വേദവ്യാസൻ, ഭീഷ്മർ നീ സത്യവതി പറഞ്ഞത് അനുസരിക്കാതിരുന്നത് അവർ നിന്റെ സ്വന്തം അമ്മയല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അവരുടെ ആജ്ഞ അനുസരിക്കാതിരിക്കാൻ എനിക്കാവില്ല. കാരണം ഞാൻ അവരുടെ സ്വന്തം മകനാണ്. അതുകൊണ്ട് സത്യവതി എന്തു പറഞ്ഞാലും ഞാൻ അനുസരിച്ചേ പറ്റൂ. കാരണം മാതാവിന്റെ വാക്ക് ഏത് വലിയ തപസ്സിനേക്കാളും വലുതാണ്. എന്നിട്ട് വേദവ്യാസൻ തന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തി. പണ്ട് സത്യവതി യമുനാ നദീതീരത്ത് കടത്തുകാരിയായിരുന്ന കാലത്ത് പരാശര എന്ന ഒരു മഹാമുനി സത്യവതിയുടെ വള്ളത്തിൽ യാത്ര ചെയ്തു. അദ്ദേഹം ദിവ്യദൃഷ്ടിയിൽ സത്യവതിയുടെ ഭാവി കാണുകയും സത്യവതിക്ക് ചരിത്രത്തിൽ വലിയ ഒരു പങ്കുവഹിക്കാനുണ്ടെന്നും അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ഒരു കുട്ടിയെ ഗർഭം ധരിച്ചു പ്രസവിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ സത്യവതി പരാശരന്റെ മന്ത്രശക്തിയാൽ ദിവ്യഗർഭം ധരിച്ചു വ്യാസനെ പ്രസവിച്ചു. ദിവ്യഗർഭമായതിനാൽ സത്യവതി കന്യകയായി തന്നെ ഇരിക്കും എന്നും പരാശരമുനി പറഞ്ഞിരുന്നു. വൈകാതെ ഭീഷ്മർ വ്യാസനെ സത്യവതിയുടെ അടുത്ത് എത്തിച്ചു. സത്യവതി, നീ എന്റെ മൂത്ത പുത്രനാണ്. അതുകൊണ്ട് അംബികയും അംബാലികയും വഴി ഈ തലമുറ നിലനിർത്തേണ്ടത് നിന്റെ കടമയാണ്. രാജ്യത്തിനു അവകാശികളെ നൽകേണ്ടത് നിന്റെ ധർമ്മമാണ്. വേദവ്യാസൻ പറഞ്ഞത് അനുസരിച്ച് കൊട്ടാരത്തിലെ ഒരു മുറിയിൽ അദ്ദേഹത്തെ ഇരുത്തിയ ശേഷം സത്യവതി ആദ്യം അംബികയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വ്യാസന്റെ അടുക്കലേക്കു അയച്ചു. മനസ്സില്ലാമനസ്സോടെ അവൾ വ്യാസന്റെ അടുത്തെത്തി. വ്യാസന്റെ രൂപം കണ്ടു പേടിച്ച അംബിക കണ്ണുകൾ അടച്ചുകളഞ്ഞു. അതുകൊണ്ട് അംബികയ്ക്ക് ഉണ്ടാകുന്ന കുട്ടി അന്ധനായിരിക്കും എന്ന് വ്യാസൻ സത്യവതിയെ അറിയിച്ചു. ഇത് അറിഞ്ഞ സത്യവതി അംബാലികയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനൊപ്പം കണ്ണുകൾ അടക്കരുത് എന്ന് പ്രത്യേകം ഉപദേശിക്കുകയും അവളെ വ്യാസന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ബാക്കി മഹാഭാരതം കഥകളുമായി അടുത്ത ഭാഗങ്ങളിൽ കാണാം. എല്ലാവരും കൂടെ കൂടി മുന്നോട്ടു പോകാം. നന്ദി, സ്നേഹം.